മലപ്പുറം നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം വർഷങ്ങൾ പിന്നിട്ടിട്ടും എങ്ങും എത്തിയിട്ടില്ല. 8 കോടിയോളം രൂപ ചെലവിട്ട് നിർമ്മിച്ച റോഡ് 27 വർഷമായിട്ടും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പോലും ആയിട്ടില്ല. 1986-ലാണ് റോഡിന് അനുമതി കിട്ടിയത്. 8 കോടിയോളം രൂപ ചെലവഴിച്ച് റോഡിന്റെ മുക്കാൽ ഭാഗവും പണി പൂർത്തിയാക്കിയിട്ടുമുണ്ട്. പക്ഷേ റോഡ് ആർക്കും ഉപകാരമില്ലാതെ ഇങ്ങനെ കിടക്കുന്നു. റോഡിന്റെ അലൈൻമെന്റ് മാറ്റിയതും അതിനെതിരെ ഒരു സ്ഥല ഉടമ നിയമ നടപടികളിലേക്ക് നീങ്ങിയതുമാണ് റോഡിന് ഈ ഗതി വരുത്തിയത്. മുനിസിപ്പൽ ചെയർമാൻ കൂടിയായ മുസ്ലിം ലീഗ് നേതാവ് KP മുസ്തഫ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലവും കെട്ടിടവും സംരക്ഷിക്കാൻ പണവും ഭരണസ്വാധീനവും ഉപയോഗിച്ച് നേരത്തെ നിശ്ചയിച്ച അലൈൻമെന്റ് മാറ്റിയെന്നാണ് സ്ഥലം ഉടമയുടെ പരാതി. ഇത് ബാലകൃഷ്ണപിള്ളയും ഗണേശനും അല്ലാത്തതുകൊണ്ട് അച്ഛനും വലിയായിട്ട് മകൻ നിൽക്കുമോ? എന്നാൽ താനോ തന്റെ കുടുംബമോ റോഡ് വികസനത്തിന് ഒരു തരത്തിലും എതിരല്ലെന്നാണ് മുനിസിപ്പൽ ചെയർമാന്റെ വിശദീകരണം. കോടതി മുഖാന്തരമായി ഇതിൽ ഓർഡർ കിട്ടിയിട്ടുള്ളൂ. മുനിസിപ്പാലിറ്റി ഇതിന് നമ്പർ ഇട്ട് കൊടുത്തിട്ടില്ല. മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് പ്ലാൻ പാസ്സായി കൊടുത്തിട്ടില്ല. മുനിസിപ്പാലിറ്റി എന്നും എഗെയിൻസ്റ്റ് ആയിട്ട് നീങ്ങിയിട്ടുള്ളൂ. പ്രശ്നത്തിൽ ഇടപെടാനോ പരിഹരിക്കാനോ ജില്ലാ ഭരണകൂടമോ മറ്റ് ജനപ്രതിനിധികളോ തയ്യാറാവുന്നില്ല. ആയിരക്കണക്കിന് ആളുകൾക്ക് സഹായകരമാകേണ്ട ഒരു റോഡ് ഇവിടെ വന്ന് അവസാനിക്കുകയാണ്. മലപ്പുറത്ത് നിന്നും ക്യാമറമാൻ പ്രതീഷ് കപ്പോത്തിനൊപ്പം പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്. വെള്ളാനകളുടെ നാട് എന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണ പരമ്പര തുടരും. നാടുമുടിക്കുന്ന പദ്ധതികളെക്കുറിച്ച് പ്രേക്ഷകർക്കും വിവരങ്ങൾ അറിയിക്കാം. അറിയിക്കേണ്ട വിലാസം വെള്ളാനകളുടെ നാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം 1. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക www.asianetnews.tv/ytelephone.